കാംബ്രിഡ്ജ് മാർക്കറ്റ് സ്ക്വയറിന് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഈ കാണുന്ന സെയിൻറ്റ് മേരീസ് ചർച്ച്. ഫസ്റ്റ് നമ്മൾ ഇവിടെ ആട്ടോ വന്നേ. സെയിൻറ്റ് മേരീസ് ചർച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ചർച്ച് ടവറാണ് കേട്ടോ. വളരെ നേരമായിട്ടുള്ള സ്പൈറൽ സ്റ്റെയർകേസ് എടുത്തിട്ട് വേണം നമ്മളിതിൻ്റെ ടോപ്പിലെത്താൻ വേണ്ടിയിട്ട്. എത്തിക്കഴിഞ്ഞാലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതേപോലെ ഒരു 360 ഡിഗ്രി കാംബ്രിഡ്ജ് സിറ്റിയുടെ ഒരു പനോറമിക് വ്യൂ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ താഴെ നിന്ന് കണ്ട മാർക്കറ്റ് സ്ക്വയറിൻ്റെ ടവറിൻ്റെ മേലിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത്. കൊള്ളാലെ കാണാനൊക്കെ ആയിട്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് വ്യൂ ടവറിൻ്റെ ടോപ്പിൽ നിന്നുള്ളത് ഈ കിങ്സ് കോളേജ് ചാപ്പലിൻ്റെ വ്യൂ ആയിരുന്നു. അതിഗംഭീരമായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു. ലൈക്ക് ഈ വീഡിയോയിൽ കാണുന്നതിൻ്റെ ഡബിളായിരുന്നു അതിൻ്റെ ബ്യൂട്ടി. സെയിൻറ്റ് മേരീസ് ചർച്ച് കണ്ട് നമ്മൾ കിങ്സ് കോളേജ് ചാപ്പൽ കാണാൻ പോകുന്നതിൻ്റെ ആ ഇടയ്ക്ക് ഒരു ഫിറ്റ്സ്ബിലീസ് എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട് കേട്ടോ. ഇത് കാംബ്രിഡ്ജിലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ളൊരു ബേക്കറി കം കഫേയാണ്. ഇവിടുത്തെ ഈ കാണുന്ന ചെൽസി ബണ്ണാണ് ഭയങ്കര ഫേമസ്. നമ്മൾ എപ്പം സെർച്ച് ചെയ്താലും കാംബ്രിഡ്ജിനെ പറ്റി നോക്കുമ്പോൾ കാണുന്ന ഒരു കഫേയും ആൻഡ് അവിടുത്തെ സ്വീറ്റ് പേസ്ട്രിയാണിത്. അപ്പം നമ്മൾ ഒരു ചെൽസി ബണ്ണും ഒരു മഷ്റൂം റോളും ട്രൈ ചെയ്യാമെന്ന് വെച്ചു. നമ്മളിത് കിങ്സ് കോളേജ് എത്തിയിട്ടോ. 1441 ബിൽഡ് ചെയ്തിട്ടുള്ള കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള വൺ ഓഫ് ദി കോളേജസ് ആണ് കേട്ടോ ഈ കിങ്സ് കോളേജ്. ആൻഡ് ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് സ്റ്റണിംഗ് ഗോതിക് ആർക്കിടെക്ചർ. കിങ്സ് കോളേജിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കിങ്സ് കോളേജ് ചാപ്പലാണ് കേട്ടോ. 70 ഇയേഴ്സ് കൊണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ചാപ്പലാണ്. നമ്മളിപ്പോൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടാണ്. ആൻഡ് ദിസ് ചാപ്പൽ ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ഫാൻ വോൾട്ടഡ് സീലിംഗ്. ഫാൻ വോൾട്ടഡ് സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേളിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും അതൊരു ടൈപ്പ് ഓഫ് ഗോത്തിക് സീലിംഗ് ആണ്. അതായത് ഒരൊറ്റ സിംഗിൾ പോയിന്റിൽ നിന്ന് സ്റ്റോൺ റിബ്സ് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഫാൻ്റെ ഷേപ്പിലുള്ള പോലത്തെ ഒരു സീലിംഗ്. ചാപ്പലിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അതിൻ്റെ പുറകോട്ട് വന്നപ്പോൾ നമ്മളിവിടെ റിവർ ക്യാം ഒഴുകുന്ന കണ്ടു. കാംബ്രിഡ്ജിലെ തന്നെ ഒരുപാട് ഹിസ്റ്റോറിക് കോളേജസിൻ്റെ ബാക്കിലൂടെ ഒഴുകുന്ന ഒരു റിവർ ആയതുകൊണ്ട് തന്നെ ഇതിനെ ദി ബാഗ്സ് എന്നാണ് ഈ ഏരിയനെ വിളിക്കുന്നത്. ആൻഡ് ഇതിലൂടെയാണ് പണ്ടിങ് ആക്ടിവിറ്റി നടക്കുന്നത്. പണ്ട്സ് എന്ന് പറയുന്നത് ലോ ബോട്ടംഡ് ആയിട്ടുള്ള ബോട്ട്സ് ഉണ്ടല്ലോ, അതിനെയാണ് പണ്ട്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ആ ആക്ടിവിറ്റിന് പണ്ടിങ് എന്നും. നമ്മൾ ഓൾറെഡി കാൻറ്റർബറിയിൽ വൺസ് പണ്ടിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എഗെയിൻ ഇവിടെ നമ്മളത് ട്രൈ ചെയ്തില്ല. ഈ റിവർ ക്യാമ്പിൻ്റെ അവിടെ നിന്നുകൊണ്ട് കിങ്സ് കോളേജും അതിൻ്റെ ചാപ്പലൊക്കെ കാണാൻ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. That's all it took. Yes. Incredible. You are so talented. That's insane.